നമസ്കാരം. നമ്മൾ ഡിറ്റർമിനൻസ് ഉള്ള ചാപ്റ്ററിൽ ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. മെട്രിക്സിൻ്റെയും ഡിറ്റർമിൻ്റെയും കൂടെ ആപ്ലിക്കേഷൻ, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിറ്റർമിനൻസ് ആൻഡ് മെട്രിസസ്. ദ സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലീനിയർ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് കൺസിസ്റ്റന്റ് സിസ്റ്റം, അതുപോലെ ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ എടുക്കുന്നു. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് a1x plus b1y plus c1z is equal to d1, a2x plus b2y plus c2z is equal to d2, a3x plus b3y plus c3z is equal to d3. ഇതുപോലൊരു സിസ്റ്റമാണ് നമ്മൾ എടുത്തത്. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആണ്. നമ്മൾ 3 ഇക്വേഷൻ ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്, എക്സും വൈയും ഇസഡും. ഈ എക്സും വൈ ഇസഡും എങ്ങനെ കണ്ടുപിടിക്കാം ഇൻവേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സിസ്റ്റത്തെ നമ്മൾ കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കൺസിസ്റ്റന്റ് എന്ന് പറയും. അതുപോലെ തന്നെ അത് കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ യുണീക്ക് സൊല്യൂഷൻ ആകാം, സൊല്യൂഷൻ യുണീക്കും ആകാം, അതുപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസും വരാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് വന്നാലും നമുക്ക് പറയാൻ പറ്റും കൺസിസ്റ്റന്റ് ആണെന്ന്. അപ്പൊ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ട് എന്നാണ് അതിന്റെ മീനിങ്. അത് യുണീക്ക് ആകാം. യുണീക്ക് മീൻസ് എക്സിനും വൈക്കും ഇസഡിനും ഓരോ വാല്യൂസ് വരും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആകുമ്പോൾ അവർക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരും. അപ്പൊ അങ്ങനെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയുന്ന പേര് കൺസിസ്റ്റന്റ്. നോ സൊല്യൂഷൻ, സൊല്യൂഷൻ ഇല്ല എങ്കിൽ പറയുന്ന പേരാണ് ഇൻകൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് പറയും. ഇപ്പൊ ഇൻകൺസിസ്റ്റന്റ് ആകുമ്പോൾ നോ സൊല്യൂഷൻ, അവർ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ സൊല്യൂഷൻ ഇല്ല എങ്കിൽ പറയുന്ന പേര് ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആകാം അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആകാം. അപ്പൊ നമുക്ക് കൺസിസ്റ്റന്റിന്റെ കേസാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഈ സിസ്റ്റത്തെ നമുക്ക് ഈ തന്നിരിക്കുന്ന 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസിന് നമുക്ക് ax ഈക്വൽ ടു b എന്ന ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതാൻ കഴിയും. axi ഈക്വൽ ടു b എന്ന ഫോമിൽ എഴുതാൻ കഴിയും. ഇവിടെ a കൊണ്ട് ഉദ്ദേശിക്കുന്നത് a എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ് പറയും. അതായത് ഈ നിൽക്കുന്ന വേരിയബിൾസിന്റെ എല്ലാം കോഎഫിഷ്യൻസ് നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതും. a1 b1 c1, ഫസ്റ്റ് റോ a1 b1 c1, സെക്കൻഡ് റോ a2 b2 c2, തേർഡ് റോ a3 b3 c3. ദെൻ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ക്യാപിറ്റൽ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ അൺനോൺസ് വേരിയബിൾസ് എക്സും വൈയും ഇസഡ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എക്സ് വൈ ഇസഡ്. അതുപോലെ ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിൽക്കുന്ന കോൺസ്റ്റന്റ് ടേംസ്, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന കോൺസ്റ്റന്റ്സ് d1 d2 d3, ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബി കൊണ്ട് എഴുതുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ നമ്മൾ ax ഈക്വൽ ടു b എന്ന് എഴുതാം എന്ന് പറഞ്ഞതിന്റെ കാരണം, a ഇൻറ്റു എക്സ്, എയും എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ബിക്ക് ഈക്വൽ ആണെന്നാണ്. നമുക്ക് നോക്കാം എയും എക്സും കൂടെ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, a1x b1y c1z, a1x പ്ലസ് b1y പ്ലസ് c1z, ഈ സീക്വൽ ടു ബി. അപ്പൊ ഈ സീക്വൽ ടു ബി ആകുമ്പോൾ ഫസ്റ്റ് ടൈം ആരാണ് ഇവിടെ d1. അപ്പോൾ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ ആയി. മൾട്ടിപ്ലിക്കേഷൻ തീർന്നില്ല. സെക്കൻഡ് റൗണ്ട് ഈ കോളത്തെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2 എന്നാകും. ഇതിന് ഈക്വൽ ആണ്. തേർഡ് വൺ ആകുമ്പോൾ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3 ഇക്വേഷൻ ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റം ഇങ്ങനെ എഴുതാമെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നമ്മൾ ഈ സിസ്റ്റത്തെ ax ഈക്വൽ ടു b എന്ന് എഴുതി. ഇവിടെ a എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ്, അല്ലെങ്കിൽ a എന്ന് പറയുന്ന മെട്രിക്സ് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ, നോൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തോളുന്നു. ഇൻവേഴ്സ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് നോൺ സിംഗുലർ. അപ്പോൾ ഇതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ
എക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ എ എക്സ് ഈക്വൽ ടു ബിയുടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈങ് ബൈ എ ഇൻവേഴ്സ്, ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് വരും. നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയുന്നുണ്ട് എ ബി ഇൻറ്റു സിയും എ ഇൻറ്റു ബി സിയും ഈക്വൽ ആണ് മെട്രിക്സിൽ. അതുകൊണ്ട് എ ഇൻവേഴ്സ് ഒരു മെട്രിക്സ് ആണ്. ഇത് രണ്ടുകൂടെ ഗ്രൂപ്പ് ചെയ്യാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ ഒരു മെട്രിക്സും അതിന് ഇൻവേഴ്സൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ഐഡന്റിറ്റി മെട്രിക്സ് ആയിരിക്കും, ഐ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഐ എക്സ് ഈക്വൽ ടു നമുക്ക് എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് എഴുതാം. ഐഡന്റിറ്റി മെട്രിക്സ് ഇൻറ്റു ഒരു മെട്രിക്സ്, ഏതൊരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് വരും. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു നോൺ സിംഗുലർ മെട്രിക്സ് ആണെങ്കിൽ സൊല്യൂഷൻ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ സൊല്യൂഷൻ. എക്സ് ആണ് എക്സ് വൈ സെഡ്. നമുക്ക് ഇതിനകത്ത് അൺനോൺ വേരിയബിൾസ്, നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയബിൾസ് എന്ന് പറയുന്നത് എക്സും വൈ സെഡും. അപ്പോൾ ആ എക്സ് വൈ സെഡ് വരുന്ന മെട്രിക്സ് ആണ് ക്യാപിറ്റൽ എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കാണാൻ എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നർത്ഥം. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇത്രയേ ഉള്ളൂ. മെട്രിക്സ് മെത്തേഡിൽ സൊല്യൂഷൻ കാണാൻ, ആ എക്സ് എന്നുള്ള മെട്രിക്സ് കാണാൻ എ എന്നുള്ള മെട്രിക്സ് ഉണ്ട്, അതിന് ഇൻവേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചു. ഫോർമുലയുണ്ട് 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് എന്നൊരു ഫോർമുലയുണ്ട്. അതിനെ ഈ ബി എന്നുള്ള മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ആകും. ഇതാണ് നമുക്കുള്ള മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഇതിപ്പോൾ വരുന്ന യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും വരുന്നത്. ഡിറ്റർമിനന്റ് നോൺ സിംഗിൾ ആണെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും വരുന്നത്. എന്നാൽ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്നാൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് റൂൾ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് ഡിറ്റർമിനന്റ്. നമ്മൾ ഡിറ്റർമിനന്റ് കാണുന്നു. ദെൻ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, 0 അല്ല എങ്കിൽ, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 മീൻസ് നോൺ സിംഗിൾ ആണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ പഠിച്ചു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നായിരിക്കും. അതുകൊണ്ട് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും അവിടെ വരിക. അവിടെ കിട്ടുന്നത് യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും. അതുകൊണ്ട് ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറയും. യുണീക്ക് സൊല്യൂഷൻ ആണ്, സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ഇനി ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്നാൽ നമുക്ക് ഉടനെ തന്നെ സൊല്യൂഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്നാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഫൈൻഡ് അഡ്ജോയിന്റ് എ ഇൻറ്റു ബി. അഡ്ജോയിന്റ് എയും ബിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ അഡ്ജോയിന്റ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 വന്നാൽ, അഡ്ജ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എഴുതാം ഇവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തില്ല, നോ സൊല്യൂഷൻ എന്ന് പറയാം. അതായത് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയും. ഇനി അഡ്ജ് എ ഇൻറ്റു ബി കാണുമ്പോൾ അഡ്ജ് എ ഇൻറ്റു ബി ഈക്വൽ ടു 0 വന്നാൽ, 0 മീൻസ് 0 മെട്രിക്സ് ആണ്. ഇവിടെയും 0 മെട്രിക്സ് ആണ്. അഡ്ജോയിന്റ് മെട്രിക്സ് ബി മെട്രിക്സ്, അപ്പോൾ 0 മെട്രിക്സ് ആണ്. അപ്പോൾ അഡ്ജോയിന്റ് ബി ഈക്വൽ ടു 0 വന്നാൽ സിസ്റ്റം may be consistent or inconsistent. കൺസിസ്റ്റന്റോ ഇൻകൺസിസ്റ്റന്റോ ആകാം. എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും. ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ, ഓർ അല്ല എങ്കിൽ നോ സൊല്യൂഷൻ. ഇങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരാം, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നത് പഠിക്കാൻ ഇപ്പോൾ നമുക്ക് സിലബസിലില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഫൈൻഡ് ഡിറ്റർമിനന്റ് കാണണം. അത് നോട്ട് ഈക്വൽ ടു 0 വന്നാൽ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അവിടെ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ കിട്ടും. അതായത് എക്സിനും വൈക്കും സെഡിനും ഓരോ വാല്യൂസ് കിട്ടും. അങ്ങനെ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിന്റ് എ ഇൻറ്റു ബി കാണണം. ആ അഡ്ജോയിന്റ് എ ഇൻറ്റു ബി ഒരു പിന്നെ രണ്ട് കേസായി മാറുകയാണ്. അഡ്ജോയിന്റ് ബി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ, ഇൻകൺസിസ്റ്റന്റ്, അവിടെ വെച്ച് നിർത്താതെ.
ബി ഈക്വൽ ടു 0 വന്നാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ മെട്രിക്സ് മെത്തേഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലാതെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റം മേ ബി കൺസിസ്റ്റന്റ്, ഒന്നുകിൽ കൺസിസ്റ്റന്റോ ഇൻകൺസിസ്റ്റന്റോ ആകാം. കൺസിസ്റ്റന്റ് ആണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും മസ്റ്റ് ആയിട്ടും, അല്ലെങ്കിൽ നോ സൊല്യൂഷൻ. ഇതാണ് ഇതിന്റെ വർക്കിംഗ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതൊന്ന് എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ഉള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്. ഈ മെട്രിക്സ് മെത്തേഡിനെ മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് എന്നും പറയാറുണ്ട്. മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ്, ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ മെട്രിക്സ് മെത്തേഡ് എന്നോ മെട്രിക്സ് ഇൻവേർഷൻ മെത്തേഡ് എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 2 ഇക്വേഷൻസ് ഇൻ 2 അൺനോൺസ് ആണ്. 3 ഇക്വേഷൻസ് ആകുമ്പോൾ 3 അൺനോൺസ് ആയിരിക്കും. 2 ഇക്വേഷൻസ് ആകുമ്പോൾ 2 അൺനോൺസ്. ഇവിടെ അൺനോൺസ് എക്സും വൈ ആണ്. നമ്മൾ എക്സിന്റെ വൈയുടെ വാല്യൂ കാണണം. നമ്മൾ പറയാൻ ഈ സിസ്റ്റത്തിൽ നമ്മൾ ഏത് ഫോമില എഴുതുന്നത്? AX ഈക്വൽ ടു B എന്നുള്ള ഫോമിൽ എഴുതും. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കോഎഫിഷ്യന്റ് മെട്രിക്സ്, കോഎഫിഷ്യൻസ് ഉപയോഗിച്ച് എഴുതുന്ന മെട്രിക്സ് 5, 2, 7, 3. ദെൻ X എന്ന് പറയുന്നത് ഏതാണ്? എക്സും വൈയും. ദെൻ കോൺസ്റ്റന്റ് B എന്ന് പറയുന്നത് B is equal to 4, 5. ഇതുപോലെ എഴുതും. ഫസ്റ്റിൽ നമ്മൾ ഈ ഫോമുല അങ്ങോട്ട് എഴുതാം. ഇത്രയും കാര്യങ്ങൾ എഴുതുക. ദെൻ ഇത് നമ്മൾ സിംഗുലർ ആണോ നോൺ സിംഗുലർ ആണോ എന്ന് അറിയണം. അപ്പോൾ ഡിറ്റർമിനന്റ് കാണുന്നു. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് 15 മൈനസ് 14 വരും, ഇക്വൽ ടു 1. എന്തായാലും 0 അല്ല. അപ്പോൾ ഡിറ്റർമിനന്റ് 1 വന്നു. അപ്പോൾ നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട്, യുണീക്ക് സൊല്യൂഷൻ ആണ്. അപ്പോൾ ആ യുണീക്ക് സൊല്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ എക്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു B എന്നാണ് സൊല്യൂഷൻ. അപ്പോൾ എയുടെ ഇൻവേഴ്സ് കാണണം. എയുടെ ഇൻവേഴ്സ് കാണാൻ നമ്മൾ പഠിച്ചു 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജോയിന്റ് എന്നാണ്. അപ്പോൾ അഡ്ജോയിന്റ് കാണാൻ നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചായിരുന്നു. അഡ്ജോയിന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഷോർട്ട് കട്ട്? ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്യണം. ഓഫ് ഡയഗണൽ എലമെന്റ്സിന് ഓപ്പോസിറ്റ് സൈൻ കൊടുക്കണം. അപ്പോൾ -7 -2. അപ്പോൾ അഡ്ജോയിന്റ് A ആയി. ഇനി നമ്മൾ ഇൻവേഴ്സ് എഴുതാൻ ഫോർമുലയുണ്ട്. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജോയിന്റ് എന്നാണ് ഫോർമുല. അതായത് 1/1 ഇൻറ്റു മെട്രിക്സ്. ഡിറ്റർമിനന്റ് 1 ആണ്. അതാ 1/1 ഇൻറ്റു മെട്രിക്സ്. എങ്ങനെയാ? 3 -2 -7 5. That is equal to matrix 3 -2 -7 5 എന്ന് വരും. അപ്പോൾ x equal to A inverse into B ആണ് സൊല്യൂഷൻ. A inverse എന്ന് പറയുന്നത് മെട്രിക്സ് 3 -2 -7 5 into B എന്നുള്ള മെട്രിക്സ് 4 5. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 4 മെട്രിക്സ് 12 -2 into 5 -10 -7 into 4 -28 5 into 5 plus 25. That is xi is equal to matrix 12 minus 10 2 -28 plus 25 -3. നമുക്കറിയാം x എന്നുള്ള മെട്രിക്സ് ഈ കോളം മെട്രിക്സ് ആണ്. അതായത് മെട്രിക്സ് xy is equal to മെട്രിക്സ് 2 -3. ഇനി രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ എങ്ങനെയാ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ x equal to 2 y is equal to -3. ഇതാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് x2 y -3. വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനകത്ത് ആ എക്സിന്റെ പ്ലേസിൽ ഫസ്റ്റ് ഇക്വേഷൻ 5x plus 2y is equal to 4 എന്നാണ്. ഇവിടെ എക്സിന് 2 കൊടുക്കുക. 5 into 2 plus 2 into -3 is equal to 4. അതായത് 10 minus 6y is equal to 4. അതായത് 4 is equal to 4. അപ്പോൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് ഇതുപോലെ വെരിഫൈ ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ആൻസർ.